സദ്ഗുരു ശ്രീ ജഗ്ഗി വാസുദേവിൻ്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനാണിത്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ വെള്ളയങ്കിരി പർവ്വതനിരകളുടെ താഴ്വാരത്ത് 180 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഇഷ യോഗ സെൻ്ററാണിത്. എൻട്രിയുടെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ലൈൻ ബസ്സൊക്കെ ആണെങ്കിൽ പോലും അവിടെ വരെ എത്തും. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ 112 അടി ഉയരമുള്ള ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു മെഡിറ്റേഷൻ സെൻ്ററാണിത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ആദിയോഗി സ്റ്റാച്ചുവിന് 112 അടി ഉയരമാണുള്ളത്. ഇത് മനുഷ്യ ശരീരത്തിലെ 112 ചക്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണിത്. 2017 ഫെബ്രുവരി 24 മഹാശിവരാത്രി നാളിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഏറ്റവും വലിയ അർദ്ധകായിക പ്രതിമയായ ആദിയോഗി പ്രതിമ അനാവരണം ചെയ്തത്. ഈ ധ്യാന കേന്ദ്രത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും പോയിരിക്കണം. ശിവൻ്റെ പ്രതിമയുടെ താഴെയാണ് ഒരു ക്ഷേത്രം കാണാം. അവിടെ നമ്മൾക്ക് തന്നെ പൂജയർപ്പിക്കാം. അതേപോലെ എല്ലാവരും അവിടെ ധ്യാനത്തിലിരിക്കാറുണ്ട്. മന്ത്രജപങ്ങൾ കൊണ്ട് മുഖരിതമാണ് ആ പ്രദേശം. ആ സ്റ്റാച്യുവിൽ കിടക്കുന്ന മാല ഒറിജിനൽ രുദ്രാക്ഷമാണ്. ആ രുദ്രാക്ഷങ്ങൾ കോർത്ത് ആ മാലയായിട്ട് ഇട്ടിരിക്കുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ ലക്ഷക്കണക്കിന് ഒറിജിനൽ രുദ്രാക്ഷം കൊണ്ടുള്ള മാലയാണിത്. ഇത് ശിവരാത്രി ദിവസം ഈ മാലയിലെ ഓരോ രുദ്രാക്ഷവും അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ശിവൻ്റെ പ്രതിമയുടെ പുറകിലൂടെ കാൽനടയായിട്ട് 7 മിനിറ്റ് നടന്നാൽ ഇഷ ധ്യാന കേന്ദ്രത്തിലെത്താം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാളവണ്ടിയും ഇലക്ട്രിക് വണ്ടിയുമുണ്ട്. സ്റ്റാച്യുവിൽ നിന്നും ബൈക്കിൽ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ മൊബൈലും നമ്മുടെ കയ്യിലുള്ള ബാഗും ഒക്കെ വെക്കുന്നതിനുള്ള ക്ലോക്ക് റൂമുണ്ട്. ആ ക്ലോക്ക് റൂമിൽ ഫീസൊന്നുമില്ല. ഇതെല്ലാം വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒന്നുകിൽ രാവിലെ പോവുക, അതേസമയം ഒരു 3 മണി 4 മണി സമയത്തേക്ക് പോവുകയാണെങ്കിൽ വൈകിട്ടത്തെ ലൈറ്റ് ഷോയും കണ്ട് തിരിച്ചു വരാൻ സാധിക്കും. അങ്ങോട്ട് പോകുന്നതിൻ്റെ വശങ്ങളായിട്ട് കടകളുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അതേപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയും നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. റെസ്റ്റോറൻറ്റിൻ്റെ അരികിലായിട്ടാണ് സൂര്യകുണ്ട് കുളം. സൂര്യകുണ്ട് കുളം പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. ആ കുളത്തിൽ 3 ശിവലിംഗങ്ങളുണ്ട്. കുളിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്യൂ നിൽക്കുക. ക്യൂ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ നമുക്ക് ടവല് തരും. അതിനുശേഷം നമ്മളത് ധരിച്ചുകൊണ്ട് വേണം ആ സൂര്യകുണ്ടിൽ ഇറങ്ങി ശിവലിംഗങ്ങൾക്ക് 3 പ്രാവശ്യം വലം വെച്ച് നമ്മൾ മുങ്ങി നിവരുക. എനർജി പൂളെന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിൽ ഇറങ്ങി കുളിച്ചിട്ട് വേണം ധ്യാനത്തിലിരിക്കാൻ. സൂര്യകുണ്ടിൻ്റെ തറ ഭാഗം കോപ്പർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സൂര്യകുണ്ടിൽ ഇറങ്ങി കുളിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എനർജി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്തായിട്ട് താമരകൾ നിറഞ്ഞ കുളങ്ങളാണുള്ളത്. അതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും മുന്നോട്ട് പോയി കഴിയുമ്പോൾ ധ്യാനലിംഗം, ചന്ദ്രകുണ്ട് എന്നിങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ദേവി അഭിഷേകത്തിനുള്ള പൂക്കൾ വെച്ചിരിക്കുന്ന സ്ഥലം ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് പൂക്കൾ വേണമെങ്കിൽ വാങ്ങിക്കാം. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ദേവിയുടെ ആരാധന നടക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമുക്ക് അല്പനേരം ഇരിക്കാം. അവിടെ വെറ്റിലയും മഞ്ഞളുമുണ്ട്. അവിടുത്തെ പ്രാർത്ഥന സമയം നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥനകളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് അവിടുന്ന് വെറ്റിലയും മഞ്ഞളും കഴിക്കാവുന്നതാണ്. അതിനുശേഷം അവിടുന്ന് പ്രസാദം വാങ്ങിക്കാം. വളരെ സൈലൻ്റാണ് അവിടെ. നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ എല്ലാം അനുഭവപ്പെടുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ചന്ദ്രകുണ്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ചന്ദ്രകുണ്ടുണ്ട്. അവിടെ ലേഡീസിന് ഇറങ്ങി കുളിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഇതേപോലെ കുളിക്കാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങൾ നമുക്ക് തരും. ആ വസ്ത്രങ്ങൾ കൊടുത്ത് നമ്മൾ ലേഡീസ് ചന്ദ്രകുണ്ടിലിറങ്ങി കുളിക്കണം. ചന്ദ്രകുണ്ടിൽ ഒരു ശിവലിംഗമാണുള്ളത്. അതിന് നമ്മൾ 3 പ്രാവശ്യം വലം വെച്ചതിന് ശേഷം മുങ്ങി നിവരണമെന്ന് അവിടെയുള്ള വോളണ്ടിയേഴ്സ് നമ്മളോട് പറയും. എല്ലാം ആക്ഷനാണ് കാണിക്കുന്നത്. കുളിച്ചതിന് ശേഷം നമ്മൾ നേരെ ധ്യാനലിംഗയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ ടേൺ വരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണം.
ബെല്ലടിക്കും. ബെല്ലടിക്കുന്ന സമയത്ത് നമുക്ക് ധ്യാനത്തിന് വേണ്ടി പോകാവുന്നതാണ്. ധ്യാനമുറിയിൽ നല്ല ഇരുട്ടാണ്, അവിടെ ആരും സംസാരിക്കാറില്ല. ധ്യാന കേന്ദ്രത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ശിവലിംഗത്തിന് റൗണ്ട് വെച്ചതിന് ശേഷം നമ്മൾ ആ സൈഡിലേക്ക് മാറിയിരിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ ഇരുന്ന് നമുക്ക് ധ്യാനത്തിൽ ഏർപ്പെടാം. അവിടെ ഒന്ന് മൂളിയാൽ പോലും ഭയങ്കര മുഴക്കമാണ് ആ സ്ഥലത്തിന്. അവിടെ കൂടുതലും വിദേശികളാണ് അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വിദേശികളെല്ലാവരും മണിക്കൂറുകളാണ് അവിടെ മെഡിറ്റേഷനിൽ ഇരിക്കുന്നത്. നമ്മൾ ചെല്ലുന്ന ആൾക്കാർ കുറഞ്ഞത് 15 മിനിറ്റ് സമയമെങ്കിലും അവിടെ മെഡിറ്റേഷനിൽ ഏർപ്പെടണം. അതിനു മുമ്പ് എഴുന്നേറ്റ് പോരാൻ സാധിക്കില്ല. 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ബെല്ലടിക്കും. ആ സമയം നമുക്ക് തൊഴുതിന് ശേഷം അവിടെ നിന്ന് ഭസ്മവും തൊട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പഴയ താമരകൾ നിറഞ്ഞ കുളത്തിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് അത് വന്ന വഴിയെ തന്നെ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് പോയി സന്ദർശിക്കേണ്ട സ്ഥലമാണ് ഈശ ഫൗണ്ടേഷൻ സെൻറ്റർ. മെഡിറ്റേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് തീർച്ചയായും അവിടെ പോയി മെഡിറ്റേഷനിൽ പങ്കെടുക്കുക. പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന എന്തോ ഒരു എനർജി നമ്മളിൽ കൂടുതലായിട്ട് നമുക്ക് ശരിക്കും അനുഭവപ്പെടും. അത്രയ്ക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണിത്. വൈകിട്ട് 7:10 ഇനിയും ലൈറ്റ് ഷോ തുടങ്ങുകയാണ്. വളരെ മനോഹരമാണ് ഇത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ശരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ജോലിക്കിടയിൽ നിന്നൊരു സ്ട്രെസ്സ് നമുക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ ഇഷ യോഗ സെൻറ്റർ. അവിടുത്തെ ആദിയോഗി ലൈറ്റ് ഷോ കാണേണ്ട കാഴ്ച തന്നെയാണ്. അത്രയ്ക്ക് മനോഹരമാണത്. അതുകൊണ്ട് എല്ലാവരും പോയി കാണുക. താങ്ക് യു. No one knew who he was, where he came from. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. When his journey lasted for years for him, Yogism was melting away. Only 7 seekers remained, as they could not bear themselves to wait for him.
transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest inner arts of creation. A most overwhelming vision, the sages of Devi Bhagavati had ever. The ideal man, where one half of him is woman. Seeing the splendor. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitation. This spectacular being is not of the past, but the future of humanity, of one's interiority.